അപ്പോൾ നമ്മുടെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലതമൂതുന്ന കമാ തനാമൂൻ, ഉറങ്ങാൻ കിടക്കുന്നവരെ പോലെ നിങ്ങൾ മരിക്കാനുള്ളവരാണ്. ലതുബ്അസുന്ന കമാ തസ്തൈഖിദൂൻ, ഉറക്കിൽ നിന്നും എപ്രകാരമാണോ നിങ്ങൾ എഴുന്നേൽക്കുന്നത് അപ്രകാരം നാളെ റബ്ബിന്റെ സവിധത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനുള്ളവരാണ്. ഇത് പറയുന്ന സമയം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ജനനം മുതൽ മരണം വരെ അത്യത്ഭുതകരമായി സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആദ്യത്തെ പേജിൽ തന്നെ പറയുന്ന ഒരായത്തുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ഈ പറഞ്ഞതിൽ മരണം വരെയുള്ള കാര്യത്തിൽ ലോകത്ത് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒരു യുക്തിവാദിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിർത്തിയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങളെ നിശ്ചയമായും അതിനുശേഷം നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കും. അവിടെയാണ് പല ആളുകളും സംശയം വെച്ചു തുടങ്ങിയത്. ചില ആള് പറയുന്നു, മലക്കുകൾ അങ്ങനെയുള്ളൊരു ലോകമുണ്ടോ എന്ന്. നിങ്ങൾക്കറിയുമോ, ഇന്ന് സയൻസ് അവിടെ നിൽക്കുന്നു. ഞാൻ പ്രൂഫ്ഡ് ആയ ഒരു പോയിന്റ് പറയുകയാണ്. ഇന്ന് ലോകത്തിൽ 92 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ഒബ്സർവബിൾ യൂണിവേഴ്സ്, 92 ബില്യൺ പ്രകാശവർഷങ്ങളാണ് ഇന്ന് വരെ കണ്ടെടുത്ത പ്രപഞ്ചത്തിന്റെ വ്യാപ്തി. ഹബിൾ ടെലസ്കോപ്പും ജെയിംസ് വെബ് ടെലസ്കോപ്പും അടക്കമുള്ള ഗലീലിയോ തുടങ്ങി വെച്ച ടെലസ്കോപ്പ് വിപ്ലവത്തിലൂടെ മനുഷ്യൻ നിരീക്ഷിച്ച പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയാണ്, ഭൂമിയുടേതല്ല. പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയാണ് പറയുന്നത്. മൾട്ടി യൂണിവേഴ്സ് തിയറി ഉണ്ട്, അത് വേറെ വിഷയം. അത്രയും വലിയ പ്രവിശാലമായ പ്രപഞ്ചത്തിൽ സയൻസ് പറയുന്നു, ആകെ മനുഷ്യന് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത് 5% വസ്തുക്കളെ മാത്രമാണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് കാണാൻ, നിരീക്ഷിക്കാൻ, നമുക്കതിൻ്റെ വിഷയങ്ങൾ അറിയാൻ പറ്റുന്നത് ഈ പ്രപഞ്ചത്തിലെ ആകെ സൂര്യനെടുത്താലും ചന്ദ്രനെടുത്താലും ഗാലക്സികളെടുത്താലും ഏതൊക്കെ എടുത്താലും ആകെ 5% മാത്രമേ ഉള്ളൂ. 95% ഈ പ്രപഞ്ചത്തിലുള്ളത് മനുഷ്യന് അജ്ഞാതമാണ് എന്ന് പറയുന്നത് കേവലം സ്വലാത്ത് മജ്ലിസിലെ ഒരു ആമുഖ ഭാഷണത്തിലല്ല, സയൻസാണ്, പ്രൂഫ്ഡാണ്. സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. അതിനെ ആ 95% 2 പാർട്ടാക്കിയിട്ട് ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ എന്നും ഡാർക്ക് എനർജി എന്നും അതിനെ പിടുത്തം കിട്ടാത്ത ഒരു പ്രതിഭാസമെന്ന് സയൻസ് പേര് കൊടുത്തു. ഓർഡിനറി മാറ്റർ 5% ഉള്ളി 5% മാത്രം. ഈ 95% കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടല്ലേ പിന്നെ ആധ്യാത്മിക ലോകത്തിന്റെയും അത്ഭുതങ്ങളുടെ ലോകത്തിന്റെയും മലക്കുകളുടെ ലോകത്തിന്റെയും അസ്രായീലിന്റെ ലോകത്തിന്റെയും റൂഹിന്റെയും അതിന്റെയും അത്ഭുതങ്ങളുടെ ലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവർക്ക് അവകാശമുള്ളൂ. ഭൂമിയിൽ ഉണ്ട് എന്ന് പറയുന്ന 95 മനുഷ്യൻ അജ്ഞാതമാണ്. അപ്പൊ ആ നിലയ്ക്ക് ബലഹീനരായ ദുർബലരായ മനുഷ്യർ, മനുഷ്യന്റെ ഉള്ളും പുറവും അറിയുന്ന അല്ലാഹു പറയുന്നു, ഓ മനുഷ്യരെ, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. കാറ്റ് സ്റ്റീവൻസ് അടക്കമുള്ള സയന്റിസ്റ്റുമാർ പലരും ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ ഒരു ആയത്ത് കൂടിയാണ്. എന്താണിത്? കാരണം ഭ്രൂണശാസ്ത്രത്തിന്റെ വളർച്ചയെക്കുറിച്ച് കൂടി ഇതിലൂടെ പറയുന്നുണ്ട്. ഒരു കണ്ണട പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്തിറങ്ങിയ വിശുദ്ധമായ ഖുർആൻ. അതിലാണ് ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് ഒരു എക്സ്റേ സംവിധാനമില്ല, ഒരു സ്കാനിങ് സംവിധാനമില്ല, ഒന്നുമില്ലാത്ത കാലത്ത് ഭ്രൂണശാസ്ത്രത്തിന്റെ പ്രവർത്തനങ്ങളെയും അതിന്റെ ഘട്ടം ഘട്ടമായ വളർച്ച, ഒരു ബീജത്തുള്ളി വീണതിനു ശേഷം വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين. ബീജത്തുള്ളിയെ വളരെ കൃത്യമായ ഒരു സ്ഥലത്ത് അല്ലാഹു നിക്ഷേപിച്ചു. ثم خلقنا النطفة علقة. പിന്നെ ആ ബീജത്തുള്ളിയെ രക്തക്കട്ടയാക്കി മാറ്റി. അലക്കയെ കുറിച്ചൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ثم خلقنا العلقة مضغة. പിന്നൊരു മാംസ കഷ്ണമാക്കി.
സുമ്മ ഖലഖനൽ മുദ്ഗത ഇളാമ, പിന്നെ അതിനെ മാംസപിണ്ഡമാക്കി എല്ലാക്കി മാറ്റി. ഫകസൗനൽ ഇളാമ ലഹ്മാ, പിന്നെ ആ എല്ലിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു. ഇതൊക്കെ വയറ്റിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 വർഷത്തിന്റെ വസന്തമാസം, വസന്തം 1500 നമ്മൾ ഈ റബീഉൽ അവ്വൽ ആഘോഷിച്ചത്. 1500 വർഷത്തിന് മുമ്പാണ്. ശാസ്ത്രലോകം വികാസം പ്രാപിച്ചിട്ട് 2 നൂറ്റാണ്ടായിട്ടുള്ളൂ. 200 വർഷം. 1500 വർഷത്തിന് മുമ്പ് പറയാണ് ഈ ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള രൂപമാറ്റത്തെയും ഘട്ടം ഘട്ടമായ വളർച്ചയും കുറിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായ ഒരായത്താണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, സുമ്മ ഖലഖന النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر, പിന്നെ നല്ല മനോഹരമായ രൂപമായിട്ട് തരപ്പെടുത്തി. സുമ്മ ഖലഖനാഹു സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, എന്നിട്ട് അല്ലാഹു പറയുന്നു ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത്ര മനോഹരമായി സൃഷ്ടിപ്പ് നടത്തിയ ജഗന്നിയന്താവായ ജഗദീശ്വരനായ അല്ലാഹു എത്ര പരിശുദ്ധവാനാണ്. അത് അള്ളാഹുവിന് പറയാൻ അവകാശമുണ്ട്. ഇന്ന് വരെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസം ലോകത്തുണ്ടോ? ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും ഉടമസ്ഥനായ ഫൗണ്ടറായ, അതുപോലെ എക്സിന്റെയും ഒക്കെ ഉടമസ്ഥനായ എലോൺ മസ്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അദ്ദേഹത്തിനെ കുറിച്ച് ഏലിയനാണോ അയാൾ അന്യഗ്രഹ ജീവിയാണോ എന്ന് പോലും ലോകത്തിൽ അമേരിക്കയിലുള്ള സയന്റിസ്റ്റുമാർ പോലും അഭിപ്രായപ്പെട്ടിട്ട് പ്രബന്ധങ്ങൾ ഇന്ന് ലോകത്ത് വായിക്കാൻ കിട്ടും. അങ്ങനെയുള്ള ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എലോൺ മസ്ക് എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ 40 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ചൊവ്വാഗ്രഹത്തിലേക്ക് 2030 അവിടെ ബിൽഡപ്പ് നടത്തി ആളുകളെ അങ്ങോട്ട് തന്റെ സ്പേസ് ഷിപ്പിലൂടെ ആളുകളെ കൊണ്ടുപോയി അവിടെ പാർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുന്ന ടെക്നോളജിയുള്ള കാലമാണ്. അതിനുള്ള പരിശീലനം നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇന്ന് വരെ ആരും ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് മനുഷ്യന്റെ മുടി അതിന്റെ രൂപം ഇങ്ങനെയല്ലായിരുന്നു വേണ്ടത്, അവന്റെ കണ്ണ് കുറച്ചും കൂടി വലത്തേക്ക് ഒന്ന് മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നു, മൂക്കിനൊരു ചെറിയ വളവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, താടിയെല്ലിന്റെ രൂപം ഇങ്ങനെയല്ലായിരുന്നു, 5 വിരലിന് പകരം 6ാമതൊരു വിരലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, 4 വിരൽ നന്നായിരുന്നു, കുറച്ച് ചെറുതായിരുന്നെങ്കിൽ ഇല്ല, ഒരു നഖത്തിന്റെ കഷ്ണത്തെ കുറിച്ച് പോലും ലോകത്തിൽ ഇന്ന് വരെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ ഒരാളും ഇല്ല. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. കണ്ടോ, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത്ര മനോഹരമായി സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹു എത്ര പരിശുദ്ധവാനാണ് എന്ന് അള്ളാഹു വെറുതെ പറഞ്ഞതല്ല.